അപ്പൊ ഞങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു സാധനം യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ വീഡിയോക്ക് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ ഇടാൻ പോലെ. ഞാൻ അതൊന്നും ഇടാറില്ല കേട്ടോ. ഇതൊക്കെ എന്ത് തേക്കാന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ഇടണത് ഈ സാധനം നമുക്കിടാം. അത് മറ്റൊരു ചേട്ടന്റെ വീട്. നിന്റെ സൺസ്ക്രീൻ ഏതാണ് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഓക്കെ ഗൈസ്, മൂത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. നമുക്ക് കണ്ണ് എഴുതാം. മുകളിൽ കണ്ണൊക്കെ വാലൊക്കെ യൂസ് ചെയ്യണത് മില. അതിന്റെ എനിക്ക് ഇതില് കണ്ണെഴുതാൻ അറിയില്ല. അപ്പൊ ഞാൻ കണ്ണാട പോയിട്ട് കണ്ണൊക്കെ എഴുതിട്ട് വരാം. അപ്പൊ നമ്മള് കണ്ണൊക്കെ എഴുതി വന്നത് നമുക്ക് ലിപ്സ്റ്റിക് ഇടാറില്ലേ. അപ്പൊ നമ്മള് ടിൻഡറിന്റെ ലിപ് ബാം, നമ്മളങ്ങനെ ലിപ് ബാം ഒക്കെ ഇട്ട് നമുക്കിനി അതിന് ബാക്കിയൊക്കെ മൂക്കിട്ട് പിറ്റേ ദിവസം പൂരി വരും. ഇതാണ് ഞാൻ ഡ്രസ്. പൊട്ടില്ലാണ്ട് അങ്ങനെ പുറത്തിറങ്ങല് കുറവാണ് അല്ലെ. പൊട്ട് എപ്പോഴും പൊട്ടിടാറുണ്ട്. പക്ഷെ ആൾക്കാർ തന്നെ എപ്പോഴും ചീത്ത പറയും, നീ എന്തിനാ മോളിൽ കൊണ്ട് വെക്കണേ, കുറച്ചും കൂടി എന്നാൽ മോളിൽ കയറ്റി വെക്കി എന്നൊക്കെ പറയും. പക്ഷെ എനിക്കിതാണ് ഇഷ്ടം. എന്റെ ഷർട്ട് ഇട്ടിട്ട് അവളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ഗൈസ്, ഒരു സൺസ്ക്രീൻ പോലും ഇടാത്ത എന്നെയാണ് അവൻ മേക്കപ്പ് റാണിന്ന് വിളിക്കുന്നത്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പൊ ഞാനത് ഇട്ടിട്ട് വരാം. ഡ്രസ്സ് മാറി. ഇനി മുടി എന്താക്കണം അറിയില്ല. ബ്ലാക്ക് ആണ്. ബ്ലാക്ക്. എന്റെ കഴിഞ്ഞു. ഇനി കിട്ടില്ല, അമ്മയുടെ ഒരുക്കം കഴിയണം. മുടിയൊക്കെ കിട്ടി ഗൈസ്. നമ്മളിങ്ങനെ മന്ദം കല്യാണി 2 വേറെ കമ്മലെടുത്തിട്ടുണ്ട്. ആണ് ബുദ്ധിയില്ല അമ്മ നിനക്ക്. രണ്ട് കമ്മൽ ഒരു സ്ഥലത്ത് ഇരുന്നത്. അടുത്ത് നമ്മളിത് പെയർ ചെയ്യാൻ പോണത് പച്ച കമ്മലാണ്. കാണുന്ന ലുക്ക് മാത്രമുള്ള മന്ദബുദ്ധിയാണ്. അപ്പൊ നമ്മള് കമ്മലൊക്കെ ഇട്ട് ഗൈസ് ഒന്ന് മാറപ്പോ. ഇതാണ് എന്റെ വാച്ച്. മറ്റേ വാച്ച് കാണിക്കാം. അപ്പൊ നമ്മള് അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ട്രാൻസിഷൻ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും. അപ്പൊ അത് എന്തായാലും കാണാം. ഓക്കെ.